നമസ്കാരം. നിങ്ങളറിഞ്ഞായിരുന്നോ, ഇന്ത്യയിൽ ധൈര്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാവുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ലേ ഇല്ല. അതായത് സ്ത്രീ സുരക്ഷയിൽ കേരളത്തിന് വട്ടപ്പൂജ്യം. എങ്ങനെ ആവാതിരിക്കും? പാർവതി തിരുവോത്തിൻ്റെയും റീമ കല്ലിങ്കലിൻ്റെയും ലക്ഷ്മി അറക്കലിൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ബിന്ദു അമ്മിണിയുടെയും ഒക്കെ പോസ്റ്റുകൾക്ക് താഴെ പോയി നോക്കിയാൽ കിട്ടും കേരളത്തിലെ സ്ത്രീവിരുദ്ധരുടെ എണ്ണം. സ്ത്രീവിരുദ്ധരുടെ നേതാക്കളായി കേരളത്തിൽ രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മുടെ ശ്രീലേഖ IPSും PC ജോർജ് മുതൽ ഗോവിന്ദച്ചാമി വരെയുണ്ട് ഈ നാട്ടിലെ സ്ത്രീവിരുദ്ധർക്ക് പിന്തുണയുമായി. പിന്നെന്ത് വേണം? കേരളം അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഇതുവരെ നടന്ന സ്ത്രീ പീഡന കേസുകളിൽ അങ്ങും ഇങ്ങുള്ള ചില പാവപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന രാഷ്ട്രീയമായ യാതൊരു പിന്തുണയില്ലാത്ത ചില പാവപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതല്ലാതെ ഏതെങ്കിലും പ്രമുഖർ ഇത്തരം കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇതുവരെ ഭരിച്ച ഇടതു വലതുപക്ഷ സർക്കാരുകളും മതസംഘടനകളും മത നേതാക്കന്മാരും എല്ലാം സ്ത്രീ വിരുദ്ധരെ സംരക്ഷിക്കുന്ന രീതിയിൽ കോടതി വിധികൾ പോലും ഇവിടെ വന്നിട്ടുള്ളത് സ്ത്രീ വിരുദ്ധതയെ അല്ലെങ്കിൽ സ്ത്രീ പീഡനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ എങ്ങനെ കേരളം പൂജ്യത്തിലെത്താതിരിക്കും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ? ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ സ്ത്രീവിരുദ്ധരാണെന്നുള്ളതാണ്. അതിലേറെ കൗതുകകരം, അതിലെ ഭൂരിപക്ഷം സ്വയം അശുദ്ധരെന്ന് പ്രഖ്യാപിച്ചവരുമാണ്. പിന്നെ കേരളം എങ്ങനെ സ്ത്രീവിരുദ്ധമാകാതിരിക്കും? നന്ദി, നമസ്കാരം.